തുറന്നേ. നന്നായിട്ട് കണ്ണ് തുറക്കൂ. കണ്ണ് നന്നായിട്ട് തുറക്കൂ. കണ്ണ് നന്നായിട്ട് കണ്ണ് തുറക്കൂ. നന്നായിട്ട് വായം തുറന്നേ. ഇതെന്താ പുതിയ അസുഖം ഡോക്ടറെ? കണ്ണു തുറക്കാൻ പറഞ്ഞാ വാ തുറക്കും, വാ തുറക്കാൻ പറഞ്ഞാ കണ്ണു തുറക്കും. അയ്യോ എന്റെ പൊന്നു ഡോക്ടറെ, ഭക്ഷണം കഴിക്കാൻ മാത്രം പറയരുത്. കോരകനെ കൊണ്ട് വയ്യ. പറയില്ല. അതെ വല്യപ്പ, എന്റെ അമ്മേ. അല്ല യുവാവേ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഇത് തന്നെ പ്രശ്നം. ഇത് തന്നെ എന്ന് പറഞ്ഞ ഈ ഡോക്ടർക്കൊന്നും അറിയില്ല. ഇത് തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പ്രശ്നം, അത്ര തന്നെ. ഇപ്പൊ പിടികിട്ടി. പിടികിട്ടി. കാട്ടെ കാട്ടെ. ഇതേ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ സകല അസുഖങ്ങളും മാറും. ഇതെന്തിനാ ഡോക്ടറെ? ഇതാണ് യുവാവിന്റെ പ്രശ്നത്തിനുള്ള മരുന്ന് കേട്ടാ. ഇതാണോ എന്റെ പ്രശ്നത്തിലുള്ള മരുന്ന്? അതെ. ഇത് എപ്പോഴാ കഴിക്കേണ്ടത്? വെള്ളം കുടിച്ചിട്ട് കഴിക്കണോ അതോ കഴിച്ചിട്ട് വെള്ളം കുടിക്കണോ? ഇങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും. അയ്യോ, ഈ കടലാസ് അല്ല കഴിക്കണ്ടെങ്കതാ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 2 മരുന്നുകളുണ്ട്. അതിൽ ഈ ആദ്യം എഴുതിയിരിക്കുന്ന മരുന്ന് ഉറങ്ങിയതിന് ശേഷവും രണ്ടാമത് എഴുതിയിരിക്കുന്ന മരുന്ന് ഉണരുന്നതിന് മുമ്പും കഴിക്കണം. എങ്ങനെ? ഒന്നാമത്തെ ഗുളിക ഉറങ്ങുന്നതിന് മുമ്പ്, രണ്ടാമത്തേത് ഉണരുന്നതിന് മുമ്പ്. എങ്ങനെ? ഒന്നാമത്തെ ഗുളിക ഉറങ്ങിയതിന് ശേഷം, രണ്ടാമത്തെ ഗുളിക ഉണരുന്നതിന് നേരെ മുമ്പും. ഉണരുന്നതിന് മുമ്പ് അല്ലേ? അതെ. നന്ദി എന്റെ ഡോക്ടറെ. ഈ പറഞ്ഞതുപോലെ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചാൽ എന്റെ പ്രശ്നം എന്നേക്കുമായി മാറി കിട്ടുമല്ലോ ഡോക്ടറെ. പിന്നെ ചിലപ്പോ ഈ ഭൂമി തന്നെ പോയിരിക്കും. അപ്പൊ ഒന്ന് ഉറങ്ങിയതിന് ശേഷവും ഒന്ന് ഉറക്കം കഴിഞ്ഞതിന് ശേഷം അല്ല, ഉണരുന്നതിന് മുമ്പ്. ഉറങ്ങിയതിന് ശേഷവും ഉണരുന്നതിന് മുമ്പ്. ഉറങ്ങിയതിന് ശേഷവും ഉണരുന്നതിന് മുമ്പ്. ഉറങ്ങിയതിന് ശേഷവും ഉണരുന്നതിന് മുമ്പ്. ഡോക്ടർ സാറേ, ഞങ്ങളുടെ വീട്ടിലെ ഇതേ പ്രശ്നമുള്ള 3 പേരും കൂടിയുണ്ട്. ഞങ്ങൾക്കിത് പാരമ്പര്യ. അവരെ കൂടി പറഞ്ഞു വിട്ടാക്കട്ടെ. ഒന്ന് ഉണരുന്നതിന് മുമ്പ്, ഒന്ന് ഉറങ്ങിയതിന് ശേഷം. ഭഗവാൻ പറത്താൻ കെട്ടിയ പട്ടം ഭൂമിയിൽ ഞാനായി അലയുന്നു. ഞാൻ പറത്താൻ കെട്ടിയ പട്ടം രാവിലെ തന്നെ വന്ന് നീ എന്നെ മൂടൗട്ടാക്കിയല്ലോ. നിന്നെ പ്രസവിച്ചതോ ആരെങ്കിലും നിർമ്മിച്ചതോ? നിന്റെ ടൂർ കഴിഞ്ഞോ? 15 ദിവസമാന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തിലേ വന്നല്ലോ. അല്ല സാർ, പലർക്കും അവിടെ ക്ലൈമറ്റ് പിടിക്കാതെ അസുഖങ്ങളും മറ്റുമായി ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഞങ്ങളൊക്കെ തിരിച്ചു പോന്നു. യമുന, ഇതെന്റെ ഫ്രണ്ടിന്റെ മോനാ, പേര് അശോക്. +2 പഠിക്കുക. എന്റെ കൂടെയാ താമസിക്കുന്നത്. ഇനി മുതൽ നീയാണ് ഇവനെ ഭദ്രമായിട്ട് നോക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം. വട്ടന്മാരെ ചികിത്സിച്ച് ഇങ്ങർക്കും വട്ടായോ? എനിക്കും ഭ്രാന്താണെന്നല്ലേ ചിന്തിക്കുന്നത്? എന്റെ പറശ്ശിനിക്കടോ മുത്തപ്പ, മനസ്സിലുള്ളത് അതേപടി വായിച്ചെടുക്കുന്ന ആളാണല്ലോ ഡോക്ടർ സാറ്. മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റു പല രഹസ്യങ്ങളും ഞാൻ തുറന്നു പറയട്ടെ? അയ്യോ വേണ്ട. എക്സ്ക്യൂസ് മീ, ഡോക്ടർ സന്തോഷ്. യെസ്, കം ഇൻ. ഇരിക്കൂ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ഞാൻ ഭ്രാന്തനാണോ ഡോക്ടർ? പറയൂ, ഞാൻ ഭ്രാന്തനാണോ? ഏയ് അല്ല. അപ്പൊ നിങ്ങൾക്കാണോ ഭ്രാന്ത്? എനിക്ക് ഭ്രാന്തില്ലല്ലോ. നിങ്ങൾക്കില്ല? ഇല്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. നമുക്ക് രണ്ടാൾക്കും ഭ്രാന്തില്ലെങ്കിൽ പിന്നെ ഭ്രാന്താശുപത്രി എന്ന് പറഞ്ഞൊരു ബോർഡ് കെട്ടി തൂക്കിയിരിക്കുന്നത് ഇതിനൊക്കെ എവിടുന്നോ
എന്തോ കുറ്റി പറിച്ചിട്ട് വന്നിരിക്കുക. രണ്ടെണ്ണം കൊടുത്തു വിടട്ടെ. കൺട്രോൾ മൃണാളിനി. കണ്ടാൽ ഒരു വശപ്പശമുള്ള പോലെ തോന്നുന്നു. ഇത്തരം പീസുകൾ വെച്ച് എങ്ങനെ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകുന്നു ഡോക്ടർ? അയ്യോ, ഡോക്ടറെ, ഇയാള് പറയുന്നത് കൺട്രോൾ കേട്ടോ. വേറൊരു പീസിനെ കിട്ടുന്നവരെ ഈ പീസിനെ കൊണ്ടുവിടുന്നല്ലേ ശരിയാവുള്ളൂ. That's അല്ലേ? correct. എന്താ വന്നത് പ്രത്യേകിച്ച് വല്ലതും? എന്റെ സത്യാന്വേഷണ യാത്രക്കിടയിൽ ഉടലെടുത്തൊരു സംശയമുണ്ട്. ഡോക്ടർ അതൊന്ന് തീർത്തു തരണം. സംശയമൊക്കെ തീർത്ത് തരാം. പക്ഷെ എന്റെ ഓരോ ഉത്തരത്തിനും 1000 രൂപ വെച്ച് തരണം. അതുണ്ടോ കയ്യില്? അതൊക്കെ തരാം. അതിനു മുമ്പ് എന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ചോദിച്ചോളൂ. ഭൂമി കറങ്ങുന്നത് എന്തുകൊണ്ട്? അതിന് സ്വയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. Correct. അല്ല പിന്നെ. ഇങ്ങതാ. ഇനി ശരിക്കുള്ള ചോദ്യം ചോദിച്ചോളൂ. ചോദിക്കാം. ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഒരു ഭ്രാന്തൻ ഡോക്ടർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഈ ഭ്രാന്തൻ ഡോക്ടറെ ഏത് ഭ്രാന്താശുപത്രി പോയി ഭ്രാന്തിനെ ചികിത്സിക്കുന്ന മരുന്ന് വാങ്ങിക്കും? എങ്ങനെ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഒരു ഭ്രാന്തൻ ഡോക്ടർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഈ ഭ്രാന്തൻ ഡോക്ടറെ ഏത് ഭ്രാന്താശുപത്രി പോയി ഭ്രാന്തിനെ ചികിത്സിക്കുന്ന മരുന്ന് വാങ്ങിക്കും? പറയൂ. എന്റെ ഭ്രാന്തൻ ചോദ്യങ്ങൾക്ക് ഭ്രാന്തൻ ഉത്തരങ്ങൾ പറയൂ ഡോക്ടർ. എന്റെ ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയൂ. ദേ, ദേ നടത്ത് ഡോക്ടർ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? പിന്നെ ഹെൽപ്പ് ചെയ്യണം. ആരോട് വേണമെങ്കിലും ഹെൽപ്പ് ചോദിച്ചു. പക്ഷെ എന്റെ കൃത്യമായ ചോദ്യത്തിന് വ്യക്തവും ശക്തവുമായ മറുപടി നൽകിയിരിക്കണം. പിന്നെ അത് തന്നേക്കാം. മൃണാളിനി, നമ്മുടെ ഈ 516 കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിച്ചോ? ഇതൊക്കെ സമയത്ത് മരുന്ന് കഴിച്ചാൽ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് വരുമോ ഡോക്ടറെ? 516 ഈ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കും. അപ്പോ ഡോക്ടർക്ക് അസുഖമാണോ? ആണ്ടെ. ആ ഞാൻ ഈ മരുന്ന് കഴിച്ചാ ഡോക്ടറുടെ അസുഖം മാറുവോ? ഓ മാറും. എങ്കിൽ ഞാൻ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാം. ആ, അങ്ങോട്ട് നടക്ക്. എന്റെ ദൈവമേ, ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന സമയം കൊണ്ട് വല്ല വീട്ടിലും പോയി ചട്ടിയും കലം കഴിയും അങ്ങ് സുഖമായി ജീവിക്കാമായിരുന്നു. അങ്ങോട്ട് നടക്ക്. പൊട്ടത്തലയാ. ഒരു ചവിട്ടൂച്ച മൃണാളിനി. നടക്കണം അങ്ങോട്ട്. ഉപദ്രവിക്കല്ലേ മൃണാളിനി. അല്ല, നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ. ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കൂ. ഒരു ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഭ്രാന്തൻ ഡോക്ടർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ആ ഭ്രാന്തൻ ഡോക്ടറെ ഏത് ഭ്രാന്താശുപത്രി പോയി ഭ്രാന്ത് മാറാനുള്ള മരുന്ന് വാങ്ങി കഴിക്കും? ഇതിന് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ തന്ന 1000 രൂപക്ക് പകരം ഡോക്ടർ 2000 രൂപ എനിക്ക് തിരിച്ചു തരേണ്ടി വരും. ഒരു ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഭ്രാന്തൻ ഡോക്ടർക്ക് ഭ്രാന്ത് പിടിച്ചാൽ ആ ഭ്രാന്തൻ ഡോക്ടർ മറ്റൊരു ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ഭ്രാന്തില്ലാത്ത ഭ്രാന്തൻ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ നേടും. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ എന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഞാൻ നടക്കുകയായി. ഞാൻ സംതൃപ്തനായി. ഞാൻ കൃതാർത്ഥനായി. ഓക്കെ. ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ ഡോക്ടർ. കാശുണ്ടോ കയ്യില്? 1000 രൂപ ഉണ്ടോ? കാശ് കയ്യിലുണ്ടോ? പണ്ഡിതനും പാമരനും പ്രഗത്ഭനുമായ ഒരു ഡോക്ടറോട് ഞാൻ ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് ഉത്തരത്തോട് ചെയ്യുന്ന അക്രമമായിരിക്കും, അനീതിയായിരിക്കും, അധർമ്മമായിരിക്കും, അക്ഷന്തവ്യമായിരിക്കും. ആരൊരാളും കഴുതയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ. അല്ല മോനെ, എന്താ പ്ലാൻ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലെന്നോ? ശരിയല്ലാത്തൊരു നോട്ടവും പിന്നെ ഒന്നും അറിയാത്ത മാതിരി ഒരു തട്ടലും. നിന്റെ വയസ്സെന്താ, എന്റെ വയസ്സെന്താ? ഞാൻ ആരാണെന്നും എന്റെ അനുഭവം എന്താണെന്നും അറിയോ നിനക്ക്? പുറത്തു പോയി അന്വേഷിക്ക. ഈ നാട് മാത്രമല്ല, ഈ ലോകം മുഴുവനും അറിയും ഞാൻ ആരാണ്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്ത് കാണാനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? വാ, നമുക്ക് റൂമിലേക്ക് പോവാം. അവിടെ ചെന്ന് എന്താ കാണണ്ടെന്ന് വാ. മുട്ടേന്ന് വിരിഞ്ഞില്ല അവന്റെ ഒരു വികൃതി. ഇതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇതാ ഇമ്ര, ഈ പുതിയ മോഡൽ ഡ്രസ് ഇട്ട് കാണിക്കേ. അയ്യേ, എന്താ ഇത്? ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഞാൻ പബ്ലിക്കായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനാണോ പറഞ്ഞത്? എനിക്ക് മാത്രമായിട്ടൊന്ന് കാണാനല്ലേ. എത്ര ആശയോട് വാങ്ങിച്ചോണ്ട് വന്നാണെന്നറിയാവോ? എന്തൊക്കെ ആശിക്കണ്ടെന്ന് ഒരു വ്യവസ്ഥയില്ലേ? അയ്യോ,
ഇതൊന്നും എനിക്കിടാൻ പറ്റില്ല. പ്ലീസ് ഡാർലിംഗ്, പ്ലീസ് 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 പ്ലീസ്, ഇതൊന്നും ഇട്ട് കാണിക്കേ. വേറൊന്നും ഞാൻ ചോദിക്കില്ല. ചെല്ലടാ ചക്കരെ. Come on, come on, come on, come on, come on, come on. Fantastic, excellent, marvelous. You are my angel, darling. ഇപ്പോഴേ നിന്നെ ഈ ഡ്രസ്സിൽ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, അവൻ നിന്നെ അപ്പ തന്നെ കൊത്തിയെടുത്തോണ്ട് പോയി കളിവടി. എന്താ അശോക് ഇങ്ങനെ നനഞ്ഞോണ്ട് വന്നിരിക്കുന്നെ? വേഗം ഷർട്ട് ഊരി മാറ്റിയോ. ദാ, തല തോർത്ത്. മഴ മാറിയിട്ട് വന്നാ പോരായിരുന്നോ? ഇത്രയ്ക്ക് അത്യാവശ്യം എന്തായിരുന്നു? നന്നായിട്ട് തോർത്ത്.